നമസ്കാരം. മത്തായി സുനിൽ പേരുകൊണ്ട് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തി, ഒപ്പം എല്ലാ മേഖലയിലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നണി ഗാന, മലയാള സിനിമ പിന്നണി ഗാനരംഗം, നാടൻ പാട്ട്, അങ്ങനെ വ്യത്യസ്തമാർന്ന ലൈനിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വം. നിരവധി സിനിമകൾ, നിരവധി ചാനലുകൾ, സിനിമാ ഗാനം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 50ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ? അവസാനം കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ വളരെ വ്യത്യസ്തമാർന്ന സൗണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വൈക്കം വിജയലക്ഷ്മി, ഒരുപക്ഷെ മത്തായി സുനിലും വ്യത്യസ്തമാർന്ന ശബ്ദങ്ങളുടെ ഉടമകളാണ് അല്ലേ? എന്തൊക്കെയാണ് ഇനിയുള്ള പ്ലാനുകൾ? ഇപ്പൊ നിലവിലുള്ള പല ചാനലുകളിലും പ്രോഗ്രാമുകളും സിനിമാ പാട്ടുകളും ഒക്കെ ഉണ്ട്. ഇനി എന്താണ് മുന്നോട്ടുള്ള പ്രയാണം? നിലവിലിപ്പോ റീസെന്റ് ഇറങ്ങിയത് നരിവേട്ട എന്ന് പറയുന്ന സിനിമയാണ്. നരിവേട്ടയുടെ ജെയ്ക്സ് ബിജോയ് ആണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഓക്കെ. അപ്പൊ അതിന്റെ ടൈറ്റിൽ സോങ് പാടി. ഓക്കെ. അതും അൻവർ അലി. ഞാൻ ഏറ്റവും കൂടുതൽ ലിറിക്സിന് പാടിയിട്ടുള്ളത് അൻവർ അലി ഇക്കാല ലിറിക്സാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. പുഴുവിലികൾ, അതുപോലെ തന്നെ നരിവേട്ട, വിശുദ്ധരാത്രികളിലെ പാട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ അല്ലാതെ ഇൻഡിവിജ്വൽ 1-2 ലിറിക്സ് പാടിയിട്ടുണ്ട്. സിനിമ അല്ലാതെ ഉള്ള ഇനി ഇറങ്ങാനുള്ളത് ഒക്ടോബർ 3 ജയരാജ് സാറിൻ്റെ ഒരു മൂവി ഇറങ്ങുന്നുണ്ട്, അവൾ എന്ന് പറയും, സുരഭി ലക്ഷ്മി. അതിനകത്ത് കുട്ടപ്പ മാഷിൻ്റെ മകൻ കണ്ണൻ CJ മ്യൂസിക് ചെയ്ത് ഞാൻ പാടിയൊരു സോങ്. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ലിറിക്കൽ വീഡിയോ ഔട്ടായിട്ടുണ്ട്, അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങാൻ സുരേഷ് ഗോപിയുടെ വരാഹം എന്ന് പറയുന്ന സിനിമയുണ്ട്, ആസിഫ് അലിയുടെ ഒരു മൂവിയുണ്ട്, ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു മൂവി ഇറങ്ങാം. ഇങ്ങനെ 1-2 പ്രോജക്റ്റുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. പിന്നെ ഓണത്തിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പൊതുവെ ഇപ്പോൾ പ്രോഗ്രാംസ് കുറവാണ്. ഒന്നി ടൈമിൻ്റെ പ്രശ്നം വന്നതോടുകൂടി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ കോവിഡിന് ശേഷം മനുഷ്യരുടെ കയ്യിൽ ഈ ഫാഷൻ്റെ ഒരു ലഭ്യതക്കുറവ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പ്രോഗ്രാം പൊതുവെ കുറവായിട്ടുണ്ട്. പിന്നെ ഈ വർഷം കുറച്ച് നാടകങ്ങൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചൽ ഉദയകുമാരേട്ടൻ്റെ വർക്ക് പാടിയിട്ടുണ്ടായിരുന്നു നാടകം, കേരളപുരം ശ്രീകുമാരേട്ടൻ്റെ വർക്ക് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാടകങ്ങൾ. ഇനിയിപ്പോൾ പുതിയ പ്രോജക്റ്റിൻ്റെ ഡേറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നു. പിന്നെ അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഞങ്ങളൊരു 1-2 വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്കി ഇനി അതിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം എടുത്തു പറയത്തക്ക സംഭാവനകൾ മലയാള സിനിമ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ നിലവിൽ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സ് പാർട്ടി ആയിരുന്നു ആദ്യ സിനിമ. അതിനുശേഷം ഇങ്ങോട്ട് കമ്മട്ടിപ്പാടം, ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന ധാരാളം സിനിമകൾ, ഇടയ്ക്ക് ചാനൽ പ്രോഗ്രാമുകൾ, ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ അടക്കം, അമൃത TV അടക്കമുള്ള മുഖ്യധാരയിലെ എല്ലാ ചാനലുകളിലും പരിപാടികൾ അവതരിപ്പിച്ചു. നമ്മുടെ കടമ്പനാട് എന്ന പ്രദേശത്ത് നിന്നും കേരളവും കഴിഞ്ഞ് ഇന്ത്യൻ സിനിമയിലെ ഒരു ഗാനഗന്ധർവനായി മാറാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മള് ഒരുപക്ഷെ ഞാൻ നേരത്തെ നമ്മുടെ സംസാരമധ്യേ സൂചിപ്പിച്ച പോലെ മത്തായി സുനിലിനോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധിച്ചത് തന്നെ ഒരുപക്ഷെ ഒരു പുണ്യമായി കരുതുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ജോൺ സാമുവേൽസ് എന്ന ആധുനിക ഡിക്ഷണറിയുടെ പിതാവ്, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് ആ സുഹൃത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അതുപോലെ മത്തായി സുനിലിനോടൊപ്പം സംസാരിക്കുകയും ഇങ്ങനെയൊരു അവസരം ലഭിക്കുകയും ചെയ്തത് എനിക്ക് വളരെ പുണ്യമായി ഞാൻ കരുതുന്നു. മലയാള സിനിമയിലെ നമ്മുടെ മണിച്ചേട്ടൻ, മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ വൈക്കം വിജയലക്ഷ്മി, ഒപ്പം നമ്മുടെ എല്ലാമായ നമ്മുടെ ദാസേട്ടൻ, ഗാനഗന്ധർവൻ ദാസേട്ടൻ, ഭാവഗായകൻ ജയചന്ദ്രൻ ചേട്ടൻ, അവരുടെയൊക്കെ ഗണത്തിലേക്ക് ഉയരാനുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഓക്കെ, നന്ദി. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം.